വോക്ക് വിത്ത് ശ്രീ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു യാത്ര പോവുകയാണ്. ഇരിട്ടിയിൽ നിന്നാണ്, നമ്മൾ മലയോര ജനതയുടെ സ്ഥിരാകേന്ദ്രമായ ഇരിട്ടിയിൽ നിന്ന് യാത്രയാണ്. ബാബുവേട്ടൻ്റെ കടയുടെ മുന്നിലാണുള്ളത്. ഞങ്ങളൊക്കെ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഇവിടെ വന്നിട്ടാണ് ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ വർത്തനമൊക്കെ പറഞ്ഞിരിക്കാറ്. അപ്പോൾ ഇവിടെ നിന്നാണ് രാവിലെ ഞങ്ങൾ യാത്ര ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഡോക്ടർ ശിവരാമകൃഷ്ണൻ സാറുണ്ട്, അതോടൊപ്പം തന്നെ എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായ ബിജുവേട്ടനുണ്ട് നമ്മുടെ കൂടെ. അപ്പോൾ ഇന്നത്തെ തീരുമാനങ്ങളൊക്കെ നമ്മുടെ ഡോക്ടറാണ്. ഡോക്ടർ, നമ്മൾ എങ്ങോട്ടാണ് യാത്ര? ഒരു മതയാത്രയായിട്ട് വയനാട് ചുരം കയറി കുട്ടയിൽ വന്ന് പിന്നെ നാഗർകോള പോയി പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊക്കെ ഒന്ന് സന്ദർശിച്ചു. തിരിച്ച് നമ്മൾ ഗോണിക്കുപ്പ ഭാഗത്ത് വന്ന് വീരാജിപ്പട്ട വഴി പെരുമ്പാടി വഴി തിരിച്ചു വരാമെന്നാണ് ഒരു പ്ലാൻ ചെയ്യുന്നത്. ബാക്കി എന്താണെന്നുള്ളത് സാഹചര്യങ്ങൾ പോലെയൊക്കെ നമുക്ക് ചെയ്യാം, ആലോചിക്കാം. നമ്മൾ മഴയാത്ര അല്ലേ? മഴയാത്ര. ഈ മഴയാത്രയെക്കുറിച്ച് ഇവിടെ ആരംഭിക്കുകയാണ്. ബിജുവേട്ടൻ എന്താ പറയാനുള്ളത്? മഴയാത്ര അതൊരു അനുഭവമാണ്. ആ അനുഭവത്തിലേക്കുള്ള ഞങ്ങളുടെ യാത്രയാണ്. ഓരോ യാത്രയും ഓരോ അനുഭവങ്ങളാണ്. അതിൻ്റെ ആ മനോഹാരിത ഞങ്ങൾ പറയുന്നതിനേക്കാൾ നല്ലത് ഞങ്ങളുടെ ക്യാമറമാൻ്റെ ക്യാമറ കണ്ണുകളിലൂടെ കാണുന്നതായിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, നമുക്ക് അതെ 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 നമുക്ക് ക്യാമറ കണ്ണുകളിലൂടെ നമുക്ക് ഇരിട്ടിയിൽ നിന്ന് നമ്മൾ യാത്ര തിരിക്കുകയാണ്. ചരിത്രം ഉറങ്ങുന്ന ഇരിട്ടി പഴയ പാലത്തിലൂടെയുള്ള ആ ഒരു യാത്ര നമുക്ക് ആരംഭിക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ യാത്ര തിരിച്ചു. ഞങ്ങൾ ഇപ്പോൾ പൈഞ്ചേരി കഴിഞ്ഞ് ഈ സ്ഥലത്തിൻ്റെ പേരെന്താ? പായമുക്കിലെത്തി. പായമുക്കിലെത്തിയപ്പോൾ നമ്മുടെ ഒരു അതിഥി കൂടി നമ്മോടൊപ്പം ഉണ്ട്. നമ്മുടെ നാരായണേട്ടനാണ്, റിട്ടയർഡ് ബാങ്ക് മാനേജറൊക്കെയാണ്. ഇപ്പോൾ ഒരുപാട് നാരായണൻ്റെ വിശേഷങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് സൗന്ദര്യങ്ങൾ ആസ്വദിച്ചുകൊണ്ടൊരു മഴയാത്ര. ഓക്കെ. അപ്പോൾ നമ്മൾ നെടുമ്പോയിൽ ഇങ്ങനെ കയറി നമ്മൾ ഏലപ്പീടിക എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തി. ഇവിടെ ഒരു നല്ല റെസ്റ്റോറൻറ്റ് ഉണ്ട്. റെസ്റ്റോറൻറ്റൊക്കെ നല്ല തിരക്കാണ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മൾ നിർത്തിയതാണ്. അപ്പോൾ നാരായണേട്ടൻ ഉണ്ട്. നാരായണേട്ടാ, എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു ഏലപ്പീടികയിൽ ഈ ഒരു വെള്ളം ചാട്ടം? വളരെ നല്ല ഒരു സൈറ്റ് സീയിങ് പോയിൻ്റാണിത്. ഇത് മാത്രമല്ല, ഞാനിപ്പോൾ ഓർക്കുന്നത് വെച്ചാൽ 1983 ഇപ്പോൾ 17, 25, 42 വർഷം മുമ്പേ ഇതുവഴി ഞാൻ കടന്നുപോയിരുന്നു. അന്ന് ഇങ്ങനെ ഈ വെള്ളച്ചാട്ടം അതിൽ കടകളൊന്നുമില്ല. വെള്ളച്ചാട്ടം കൊണ്ട് കുറച്ച് കാടുകളുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു മേലെയുള്ള കെട്ട് അതൊന്നുമില്ല. പക്ഷെ അന്നും ഇന്നും ആ ഒരു ടേസ്റ്റിങ്ങിൻ്റെ ഒരു നല്ലൊരു അനുഭവമാണ് ഇന്നുള്ളത്. സത്യം പറഞ്ഞാൽ എന്നാ കേരളം എന്നാ സ്വർഗമാണെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഗോഡ്സ് ഓൺ കൺട്രി. അപ്പോൾ അതിൻ്റെ ഒരു പ്രതീകം എന്നുള്ള നിലയിൽ ഞാനിതിന് ഏലപ്പീടിക ഈ വെള്ളച്ചാട്ടത്തിനെ കാണുകയാണ്. എല്ലാവരും ഇത് ആസ്വദിക്കാൻ വരണം. പക്ഷേ ഈ റൂട്ട് പേരാവൂർ നെടുമ്പോയിൽ വഴിയുള്ള ഈ മാനന്തവാടി റൂട്ടിൽ വളരെ വാഹനം അധികം പോകാറില്ല ഇപ്പോൾ. കാരണം വെച്ചാൽ കൊട്ടിയൂർ വഴിയാണ് ഏറ്റവും അടുത്ത് മാനന്തവാടി, പാൽച്ചുരം വഴി. അതാണ് ഏറ്റവും അടുത്ത്. ഇപ്പം അധികം ട്രാഫിക് ഇല്ല. പക്ഷെ എന്നിരുന്നാലും സ്ഥലം ഇതുവഴി കടന്നു പോകുന്നുണ്ട്. ഇത് നല്ല ഒരു സൈറ്റ് സീയിങ് പോയിന്റ്. അപ്പോൾ നമ്മളന്ന് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് വന്നു. അന്ന് വന്നപ്പോൾ എന്ത് മാറ്റങ്ങളാണ്? അതാ മാറ്റങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞിട്ട്. ഈ കടകളൊന്നുമില്ല, വെറുതെ ഒരു കാട്ടിൻ്റെ അടുത്തേക്ക് കൂടി പോകുന്ന ഒരു മാത്രം ഫീൽ വെച്ചാൽ അന്നത്തെ ഫീലാണ് നല്ലത്. ഇന്നത്തെ ഫീൽ മോശം എന്നല്ല, ബെറ്റർ ദാൻ. അത് റോഡും സൗകര്യങ്ങളൊക്കെ? റോഡ് സൗകര്യം വളരെ നേരോ റോഡായി, വളരെ നേരോ റോഡ്.
അപ്പൊ അടിപൊളി. അപ്പോൾ ഏലപ്പീടിയ വെള്ളച്ചാട്ടം റെസ്റ്റോറന്റിൽ ചായ കുടിക്കാനൊക്കെ നിർത്തി. അപ്പൊ അവിടെ നല്ല തിരക്കാണ് ആദ്യം പറയുന്ന പോലെ തന്നെ. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു സൗന്ദര്യം കൂടി കുറച്ച് ദൃശ്യങ്ങളിലൂടെ ഇന്ന് കണ്ട് ആസ്വദിച്ച് ഒരുപാട് വിശേഷങ്ങളുണ്ട്. ചുരുങ്ങിയ സമയം കൊണ്ട് ശ്രീ വ്ലോഗില് എല്ലാം നമുക്ക് കാണാം. അപ്പൊ നമുക്ക് യാത്ര തിരിക്കാം. ഇവിടെ നല്ല തിരക്കാണ്. ഇനി മാനന്തവാടി ഫുഡ് കഴിക്കാം അല്ലേ? അതെ. അപ്പൊ നമ്മൾ ഏലപ്പീടിയെ കഴിഞ്ഞ് ഏലപ്പീടിയിൽ നിന്ന് ഞങ്ങൾ മാനന്തവാടിക്ക് വരുന്ന വഴിയിൽ ഒരു ടൂറിസ്റ്റ് ബസ്സൊക്കെ നിർത്തി ഒരുപാട് പേര് ഇവിടുന്ന് ഫുഡ് കഴിക്കുന്നത് നമ്മൾ കണ്ടു. പക്ഷെ വളരെ സന്തോഷം, കാരണം ഇവർ വീട്ടിൽ നിന്നൊക്കെ ഉണ്ടായിക്കൊണ്ടുവന്ന ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ഇവർ പോകുന്നത്. അപ്പോൾ ഒരുപാട് പേരുണ്ട്. നിങ്ങൾ എവിടെ നിന്ന് വരുന്നത്? കാസർഗോഡ് മധൂർ. കാസർഗോഡ് മധൂർ മഹാഗണപതി ക്ഷേത്രത്തിലാണ് വരുന്നത്. എങ്ങോട്ടാ പോകുന്നത്? തിരുനെല്ലിക്കാണ് പോകുന്നത് അല്ലേ? അവിടുന്ന് തിരിച്ച് കൊട്ടിയൂരേക്ക്. അപ്പൊ ഭക്ഷണമൊക്കെ ഉണ്ട്. ഏതാ ഇത് ഫുഡ്? കടുമ്പ് അവിടെ പറയും, ഇവിടെ ഉണ്ടാന്ന് പറയും അല്ലേ? നമ്മളിത് ഉണ്ടാന്ന് പറയും. അപ്പൊ കറി സാമ്പാർ അടിപൊളി. ഇത് ഒരുപാട് എത്ര പേരാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നത്? 53 ആള് യാത്ര ചെയ്യാണ്. നമ്മൾ നെടുമ്പാശ്ശേരി വഴിക്ക് ഇങ്ങനെ വരുമ്പോ നല്ല രസകരമായിട്ട് നല്ല എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്ന കണ്ടു. നല്ല അതോ നമ്മുടെ ഈ പ്ലേറ്റ് പ്ലാസ്റ്റിക് ഒന്നല്ല, പ്രകൃതിക്ക് അപ്പൊ നമ്മളെ ഈ കവുങ്ങിന്റെ ഇത് വെച്ചിട്ട് പള വെച്ചിട്ട് ഉണ്ടാക്കിയ സാധനമാണ്. അപ്പോൾ ഇവിടെ ഒരു മാലിന്യ ശുചിത്വ പ്ലാസ്റ്റിക്കിന്റെ ഒരു പ്രശ്നമൊന്നുമില്ല. അപ്പൊ അടിപൊളിയാണ്. അപ്പൊ ഗംഭീരമാണ് കേട്ടോ, സൂപ്പർ. ഒരുമിച്ചിട്ട് വരുമ്പോ വളരെ സന്തോഷമാണ്. കുറെ സ്ഥലത്ത് പോയി, ഇങ്ങനെ ആദ്യമല്ല നല്ല രസമാണ്. നമ്മൾ ഈ ഒന്നിച്ചിരുന്ന് ഈ ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഫീൽ എങ്ങനെയാ? നല്ല സന്തോഷമുണ്ട്, അടിപൊളിയാണ്. നമ്മുടെ പേര് രത്നമ്മ. അടിപൊളിയാണ് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ. എന്താ പറയാനുള്ളത്? നല്ല യാത്ര, നല്ല സുഖമായിരുന്നു, നല്ല യാത്ര.
പിന്നെ ഞാൻ ആദ്യമായിട്ട് ഇവരൊപ്പരം വരുന്നത്. കുറെ കൊല്ലങ്ങൾ ഇവരെന്നെ വിളിച്ചു പോകാൻ പറ്റിച്ച. ഈ പ്രാവശ്യം ആദ്യമായിട്ട് വന്നത്. അടിപൊളിയാണ്, ഗംഭീരാണ്. അതിന്റെ ഇടയ്ക്ക് വേറൊരു കോമഡി ഉണ്ട്. നമ്മൾ നാരായണ നമ്മളെ ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി എടുത്തു നാരായണ കഴിക്കുകയാണ്. നാരായണ ടേസ്റ്റ് നല്ല ടേസ്റ്റ്. അടിപൊളി. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു സൗഹൃദവും ഭംഗി എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട് മുത്തേ? അടിപൊളിയാണ്, ഗംഭീരാണ്, സൂപ്പറാണ്. അതാണ് മഴയാത്ര. ഇത് ശരിക്കും ഒരു മഴയാത്ര അല്ലല്ലേ? എങ്ങനെയുണ്ട് ചേട്ടാ? അടിപൊളിയാണ്. നമ്മളെ കുക്കാണ്. അപ്പൊ ഏട്ടനാണ് സാമ്പാറും ബോണ്ടയൊക്കെ ഉണ്ടാക്കിയത്. എന്താ പേര്? ഗംഗാധരേട്ടനാണ് ബോണ്ടയും നമ്മുടെ സാമ്പാറൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയത്. അപ്പൊ നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവരൊക്കെ ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റി. വളരെ സന്തോഷമുണ്ട്. അപ്പൊ എല്ലാവരും സീറ്റിലൊക്കെ കയറിയിരിക്കുന്നുണ്ട്. നമുക്ക് അവരെയൊക്കെ ജസ്റ്റ് ഒന്ന് അവരുടെ ദൃശ്യങ്ങളും വീഡിയോസ് ഒക്കെ ഒന്ന് കാണാം, അവരുടെ മുഖമൊക്കെ ഒന്ന് കാണാം. ഓക്കെ, താങ്ക് യു. അപ്പൊ ഒരു ആഗ്രഹം, ഇതൊരു ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാ പോകാൻ പാടുള്ളൂ. അപ്പൊ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോണ. ഒന്നും പറയല്ല, സൂപ്പർ, അടിപൊളി. ഒരു പ്ലേറ്റ് മേടിക്കാൻ തോന്നും. കണ്ണുക്കൊരു വണ്ണക്കിളി, കാതുക്കൊരു ഗാനക്കുയിൽ, നെഞ്ചുക്കൊരു വഞ്ചിക്കൊടി നീതാനമ്മ. തത്തിത്തവഴും തങ്കച്ചിമിഴേ, പൊങ്കിപ്പെരുകും സംഘത്തമിഴേ.
കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിൽ നിന്ന് ഞങ്ങൾ പുറപ്പെട്ടു. ഇരിട്ടിയുടെ സൗന്ദര്യം ആസ്വദിച്ചു, നെടുമ്പോയിലയുടെ സൗന്ദര്യം ആസ്വദിച്ചു. അങ്ങനെ ഞങ്ങളിപ്പോൾ മാനന്തവാടിയുടെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് കർണാടകത്തിലെത്തി. കർണാടകത്തിലെ കനൂർ ബ്രിഡ്ജിന്റെ മുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. ചരിത്രമുറങ്ങുന്ന ഒരു നദിയൊക്കെയാണ്, നദിയുടെ പോഷക ഘടകമാണ് ഇതിലേക്ക് ഒഴുകുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ഡോക്ടർ സാറുണ്ട്, ശിവരാമൻ സാറുണ്ട്. സാറിനോട് തന്നെ ചോദിച്ചു നോക്കാം. സാറേ, ഇവിടെ വന്നപ്പോൾ ഈ നിമിഷത്തെ ഒരു കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഒരു എന്ത് തോന്നുന്നു? എന്താണ് ഈ മഴയാത്രയെ കുറിച്ച് നമ്മോട് പറയാനുള്ളത്? പലപ്പോഴും ഇതുവഴിയൊക്കെ കടന്നു പോയിട്ടുണ്ടെങ്കിലും ഇന്ന് ഇവിടെ നിൽക്കാൻ സാധിച്ചു. അപ്പോഴാണ് ഈ പുഴ ഏത് പുഴയെന്ന് ആൾക്കാരോട് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് ലക്ഷ്മണ തീർത്ഥ എന്നുള്ളത്. അത് കാവേരി നദി ഉത്ഭവിക്കുന്നത് തലക്കാവേരിയിലാണെന്ന് നമുക്കെല്ലാവർക്കും, നമ്മളെപ്പോഴും പോകുന്ന സ്ഥലമാണല്ലോ. അപ്പോൾ അവിടെ നിന്ന് ഉത്ഭവിക്കുന്ന ഒത്തിരി ട്രിബ്യൂട്ടറീസ് ഉപനദികളുണ്ടാവും. അതിൽ ഒന്നാണ് ലക്ഷ്മണ തീർത്ഥ. പിന്നീട് തമിഴ്നാട്ടിൽ നിന്നും പിന്നെ അതുപോലെ കർണാടക സ്റ്റേറ്റിൽ നിന്നും ഒക്കെ ഒഴുകുന്ന പല പുഴകൾ ചേർന്നിട്ടാണ് ഇപ്പോൾ ഭവാനി, നൊയ്യൽ, അമരാവതി, അങ്ങനെ ഒരുപാട് ഉപപുഴകൾ, അതായത് ട്രിബ്യൂട്ടറീസ് എന്ന് പറയുമല്ലോ, അതെല്ലാം ചേർന്നിട്ടാണ് കാവേരി എന്ന് പറയുന്ന വലിയ നദി അങ്ങനെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൻ്റെ കാവേരി നദിയുടെ ഉത്ഭവ സ്ഥലത്തിൽ തൊട്ട് താഴെയാണ് നമ്മളുള്ളത് ലക്ഷ്മണ തീർത്ഥ. അപ്പോൾ അതിൻ്റെ ഈ പാലത്തിൻ്റെ പേര് തന്നെ കനൂർ. അപ്പോൾ അതിൽ KANOOR എന്നുള്ളതാണ്. ഒരു എന്നോട് ചേർത്താൽ കണ്ണൂരായി. കണ്ണൂരും കനൂരും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് അത് നല്ല രസമുണ്ട്. കാരണം വെച്ചാൽ ഈ ഒരു കാലാവസ്ഥയിൽ മഴ കുറഞ്ഞ സമയത്തും നല്ല കാറ്റും നല്ല ഒരു വെള്ളമൊക്കെ വന്നിട്ട് നിറഞ്ഞു ഒഴുകാണ് ഈ പുഴ. അപ്പോൾ ഇത് പലർക്കും ഇത് അറിയാത്ത സ്ഥലമാണ്. വന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള പ്രത്യേകത ഉണ്ടാവും. ഇത് പലർക്കും വരാൻ തോന്നും. ഞാനിത് പറയുമ്പോൾ സംസാരിച്ചിരിക്കുമ്പോൾ തന്നെ നല്ല കാറ്റടിക്കുകയാണ്. ഫീൽ തന്നെ നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ മുകളിലൂടെ 400 kV ഒരു ലൈൻ പാസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ശബ്ദവും നമ്മുടെ ഈ TV യുടെ ഒക്കെ കരയുന്ന പോലത്തെ ചെറിയ ചെറിയ ശബ്ദമൊക്കെ ആയിട്ട് അതൊരു പ്രകൃതി മനുഷ്യനിർമ്മിത ശബ്ദം എന്ന് പറയാം. അതിലുപരി ഇവിടെ ഒരുപാട് പക്ഷികളുടെ നല്ല സൗന്ദര്യമായിട്ടുള്ള വോയിസ് ഒക്കെ കേൾക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. ഇവിടെ ഒരു 2 മിനിറ്റ് കണ്ണടച്ച് നിന്നാൽ അത് ഒരു പ്രത്യേക ഭംഗി തന്നെയായിരിക്കും അല്ലേ സാറേ? അതെ, ആ സൗണ്ട് KV ലൈൻ പോകുന്നതിൻ്റെ ശബ്ദം. അപ്പോൾ അതിൻ്റെ ചുറ്റുപാടുമുള്ള പക്ഷികൾ ചിലപ്പ് ഒക്കെ ഇനിയിപ്പോൾ വന്നിട്ട് ഞാൻ തീർച്ചയായിട്ടും ഒരാഴ്ചക്കകത്ത് ഒന്നുകൂടി വന്ന് ഇതെല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്നൊരു ആഗ്രഹം വരികയാണ്. ഫാമിലി കൂട്ടിയിട്ട്. ഫാമിലിയായിട്ടാണല്ലോ എപ്പോഴും ഞാൻ യാത്ര ചെയ്തിട്ടുള്ള അങ്ങനെയാണ്. അപ്പോൾ വോക്ക് വിത്ത് ശ്രീയിൽ നമ്മുടെ ഈ കനൂരിൽ വെച്ച് നമ്മളോട് ഇപ്പോൾ ഇത്രയും നേരം ഇതിൻ്റെ സൗന്ദര്യം വർണ്ണിച്ചത് നമ്മുടെ ഡോക്ടർ ശിവരാമകൃഷ്ണൻ സാറാണ്. അപ്പോൾ വളരെ ഇതിപ്പോൾ ഫാമിലിക്കൊക്കെ ഇവിടെ വന്ന് ഇത് നമ്മളിപ്പം ഇതിൽ പാസ് ചെയ്യുന്നവർക്ക് ജസ്റ്റ് ഇവിടെ വന്ന് ഇറങ്ങി ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ വളരെ ഒരു ഭംഗിയുള്ളൊരു സ്ഥലം തന്നെയാണ്. പിന്നീട് ചരിത്ര പ്രാധാന്യമായിട്ടുള്ള കാവേരി നദിയുടെ ഒരു പോഷക ഉപനദിയായിട്ടാണ് നമ്മുടെ ഈ ഒരു നദിയും ഇവിടെ ഒഴുകുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു വളരെ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളാണ്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് വാഹനങ്ങളൊക്കെ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ രഥത്തിലേക്കൊന്ന് ചലിക്കാം അല്ലേ? അപ്പോൾ സാറ് നല്ല ഒരു പാട്ടുകാരനൊക്കെയാണ്. അപ്പോൾ നമുക്ക് 2 പാട്ടൊക്കെ പാടി ഒരു വരിയൊക്കെ കേട്ട് അങ്ങനെ തീർച്ചയായിട്ടും അല്ലേ? അതെ, കുട ഇവിടെ വെച്ച് മറന്നു. അപ്പോൾ സാറേ ഒരു പാട്ട് നമ്മുടെ വ്ളോഗ് ഇപ്പോൾ ഈ ഒരു പ്രകൃതിദത്തമായിട്ടുള്ള ഒരു സ്ഥലം കാണുമ്പോൾ സാറിന് ഒരു മനസ്സിൽ തോന്നുന്ന ഫീൽ തോന്നുന്ന ഒരു പാട്ടാ. ആത്മാവിൽ മുട്ടി വിളിച്ചതുപോലെ സ്നേഹാതുരമായി തൊട്ടുരിയാടിയ പോലെ കണ്ണിൻ്റെ ഇളം ചൂടാർന്നൊരു മാറിൽ കണ്ണിൻ്റെ അല്ല മണ്ണിൻ്റെ കേട്ടോ കട്ടെ വന്നിടും.
അപ്പോൾ ഞങ്ങൾ ഇന്ന് ശനിയാഴ്ച രാവിലെ 8 മണിക്ക് ഇരിട്ടിയിലെ PWD റെസ്റ്റ് ഹൗസിന് മുന്നിലുള്ള മിൽമയിൽ നിന്ന് യാത്ര ആരംഭിച്ചു. ഒരു 7 മണിക്കൂർ മഴ യാത്ര. ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാനും എൻ്റെ സുഹൃത്തായ ബിജുവേട്ടനും അതുപോലെ തന്നെ ഡോക്ടർ സാറും നാരായണേട്ടൻ റിട്ടയർഡ് ബാങ്ക് മാനേജറാണ്. ഒരു മഴയാത്ര നമ്മുടെ കേരളത്തിൽ നിന്ന് വയനാട്, നമ്മൾ കണ്ണൂർ ജില്ലയിൽ നിന്ന് വയനാട് അതുവഴി നമ്മൾ കർണാടകത്തിലേക്ക് കടക്കുന്ന ഒരു മഴയാത്ര. എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു യാത്ര എന്ന് ഒന്ന് പറയാനൊക്കെ വേണ്ടി, അതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പുറപ്പെട്ടത്. ഇപ്പോൾ ഞങ്ങൾ ഏകദേശം പെരുമ്പാടി എത്താനാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ താഴെയുള്ളൂ പെരുമ്പാടിക്ക്. അപ്പോൾ ഇവിടുന്ന് ഈ റെസ്റ്റോറൻറ്റിന് മുന്നിൽ നിന്ന് ആണ് ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ നമ്മളെ തലശ്ശേരി, നമ്മളെ കേരള ടേസ്റ്റ് ഉള്ള ഒരു ഫുഡൊക്കെയാണ് ഇവിടെ ഈ റെസ്റ്റോറൻറ്റിൽ കിട്ടിയത്. അപ്പോൾ ബിജുവേട്ടാ, എന്താണ് ഈ ഒരു നിമിഷത്തിൽ പറയാനുള്ളത്? ഞാൻ രാവിലെ പറഞ്ഞിരുന്നു, നമ്മുടെ യാത്ര തുടങ്ങുമ്പോൾ ഞാനൊരു ഇതിൽ പറഞ്ഞിരുന്നു, നമ്മൾ പറയുന്നതിനേക്കാൾ നമ്മൾ കണ്ട കാഴ്ചകൾ നമ്മുടെ ഫോട്ടോഗ്രാഫർ അത് ക്യാമറയിൽ പകർത്തുമ്പോഴാണ് അതിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. സത്യത്തിൽ നമ്മൾ ഇത്ര ദൂരം സഞ്ചരിച്ചു, 7 മണിക്കൂറോളം സഞ്ചരിച്ചു. 7 മണിക്കൂർ യാത്ര. കാഴ്ചകൾ വിവിധങ്ങളായിരുന്നു. അത് എൻ്റെ കാഴ്ചകളായിരിക്കില്ല ശ്രീഭാഷ്കറിൻ്റെ ഉള്ളിൽപ്പെട്ടത്. ഞാൻ ഈ യാത്രയിൽ അധികം സൈലൻ്റ് ആയിരുന്നു. കൂടെയുള്ളവരെല്ലാവരും എന്നോട് പറയുന്നുണ്ടായിരുന്നു സൈലൻ്റ്. പക്ഷെ ഞാൻ എൻ്റെ കാഴ്ചകൾ എൻ്റെ കണ്ണുകൊണ്ടാണ് കണ്ടത്. അത് സൈലൻ്റായിട്ട് കാണാനാണ് ഞാൻ ഇഷ്ടപ്പെട്ടത്. കണ്ടു, ഭംഗിയായിരുന്നു. മഴയാത്ര നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോകുമ്പോൾ മഴ അവിടുന്ന് പെയ്തു വരുന്ന ഒരു മനോഹര കാഴ്ച കൂടിയാണ്. അത് ഒരു നിമിത്തം പോലെയാണ് മഴ പെയ്തു വരുന്നത്. എന്തും ഒരു നിമിത്തങ്ങളാണ്. യാത്രയും നിമിത്തങ്ങളാണ്, നമ്മുടെ പ്രവൃത്തികളും നിമിത്തങ്ങളാണ്, നമുക്ക് കിട്ടുന്ന അനുഭവങ്ങളും നിമിത്തങ്ങളാണ്. അങ്ങനെ വിശ്വസിക്കുമ്പോൾ നല്ലൊരു ഭംഗി. അത് 7 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 7 മണിക്കൂർ പോയതറിഞ്ഞില്ല. വനങ്ങളിലൂടെയും വളരെ മോശമായ റോഡുകളിലെയും നല്ല റോഡുകളിലൂടെയും ഒക്കെ ഉള്ള ഒരു യാത്ര വളരെ എൻജോയബിൾ ആയിരുന്നു. ഞാൻ എൻജോയ് ചെയ്തു. എനിക്ക് കൂടുതൽ സംസാരിക്കാൻ ഇടപഴകാൻ പറ്റിയില്ല എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടെങ്കിലും വളരെ മനോഹരമായിരുന്നു. നമ്മുടെ മഴയാത്രയുടെ എല്ലാ ഫീലിങ്ങോടെ ആ മഴയും എത്തിക്കഴിഞ്ഞു. മഴയാത്രയിൽ കുറച്ച് മഴയൊക്കെ നമുക്ക് കൊള്ളാം. അത് മഴയാത്രയേക്കാൾ നമ്മുടെ ആ വൈൻഡപ്പിങ് ടൈമിങ്ങിൽ ആ മഴയെ ചെയ്ത് അതിമനോഹരമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിലും അതിഗംഭീരം. കർണാടകത്തിലേക്ക് കയറിയതിന് ശേഷം മഴ കിട്ടിയിട്ടില്ല നമുക്ക്. ഇല്ല. നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി നേരത്തെ ഭക്ഷണം കഴിച്ച് ഇവിടുന്ന് നമ്മളെ ഈ റെസ്റ്റോറൻറ്റ് ഭക്ഷണം കഴിച്ച് ഇറങ്ങാൻ നേരത്ത് ഈ വൈൻഡപ്പ് ചെയ്യുമ്പോഴാണ് ഈ മഴ കിട്ടിയത്. നല്ല മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതാ നമ്മുടെ തേരാളിയും അതോടൊപ്പം തന്നെ നമ്മുടെ ശംഖ് ബ്രോ, നാരായണേട്ടനും എല്ലാവരും ഉണ്ട്. അപ്പോ വോക്ക് വിത്ത് ശ്രീ വ്ലോഗിൽ നമ്മൾ ഒരുപാട് വിഷ്വൽസ് ഒന്നും കാണിച്ചില്ല. നമ്മളെ ഒരു 7 മണിക്കൂറിലെ യാത്രയിൽ ചെറിയ സംഭവങ്ങൾ കാണിച്ചു. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഓക്കെ, റെഡി, അടിപൊളി. അപ്പോ വോക്ക് വിത്ത് ശ്രീ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ താങ്ക് യു അല്ലേ? ഓക്കെ, താങ്ക് യു.